ക്യാമറ അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ അന്ത്യശാസനം നൽകി പ്രതിപക്ഷ നേതാവ്. ആരോപണങ്ങൾ നിഷേധിക്കാൻ പോലും മുഖ്യമന്ത്രി ധൈര്യം കാട്ടുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ക്യാമറ ഇടപാടിൽ ആദ്യാവസാനം ഗൂഢാലോചനയാണ് നടന്നത്. കരാർ ലംഘനങ്ങളുടെ തെളിവുകളും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. ക്യാമറ ഇടപാടിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. കൊള്ള മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതുവരെ അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു മന്ത്രിയും ഇതിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ആദ്യം മറുപടി പറയാൻ വന്ന വ്യവസായ മന്ത്രിയെ പിന്നെ കണ്ടിട്ട് പോലുമില്ല പ്രദേശത്ത്. ഒരാളും മറുപടി പറയുന്നില്ല. ഒരു മന്ത്രിയും മറുപടി പറയുന്നില്ല, മുഖ്യമന്ത്രിയും മറുപടി പറയുന്നില്ല. മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് അവസാന അവസരമാണിത്. മൗനം തുടർന്നാൽ പ്രതിപക്ഷം മറ്റു വഴികൾ ആലോചിക്കും. യു.ഡി.എഫിന്റെ സെക്രട്ടേറിയറ്റ് വളയലിലെ പ്രധാന മുദ്രാവാക്യം അഴിമതി ക്യാമറ വിഷയമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിൽ ഞാൻ പറയാം, അവസാനത്തെ അവസരമാണ് മുഖ്യമന്ത്രിക്ക്. നമുക്ക് ആലോചിക്കാം. ഞങ്ങൾ എന്തായാലും ഈ അഴിമതിക്കെതിരായിട്ടുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഉപകരാറുകൾ പാടില്ലെന്ന കരാർ വ്യവസ്ഥ ലംഘിച്ച് പലതവണ ഉപകരാറുകൾ ഒപ്പിട്ടു. ഇത് കെൽട്രോണിന്റെ അറിവോടെയാണ്. ഉപകരാറുകളുടെ തെളിവുകളും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് നൽകി. ഒക്ടോബർ 20 നിൽക്കുന്ന എഗ്രിമെന്റ് റദ്ദാക്കിയിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ആ എഗ്രിമെന്റ് നിലനിൽക്കുമ്പോൾ ആ എഗ്രിമെന്റിന് വിരുദ്ധമായിട്ട് വേറൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ കെൽട്രോൺ അനുമതി കൊടുക്കുകയാണ്. അപ്പോൾ കെൽട്രോൺ അറിഞ്ഞുകൊണ്ട് ടെൻഡർ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലംഘിക്കാൻ ഈ കറക്ക് കമ്പനികൾക്ക് എല്ലാവർക്കും അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായ ഈ സെൻട്രിക് കമ്പനിക്ക് GST നമ്പർ ഉൾപ്പെടുത്തി നൽകിയ 66 കോടിക്ക് പുറമെ കൂടുതൽ തുക നൽകിയിട്ടുണ്ട്. സർക്കാർ ഇത് നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതിയ വെല്ലുവിളി. ന്യൂസ് 18 തിരുവനന്തപുരം.